ഹലോ ഗൈസ്, ഡ്രീം വാക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഗുണ്ടൽപേട്ടിലുള്ള പൂപ്പാടം കാണാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടില്ലേ, നല്ല അടിപൊളി മല്ലിക തോട്ടങ്ങളാണ്, മല്ലിക പാടം. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ സൂര്യകാന്തി, അങ്ങനെ പല വെറൈറ്റി ഐറ്റം പൂവുകളാണ്. അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഓഗസ്റ്റ് 24 അപ്പോൾ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് പൂപ്പാടം കാണാൻ പറ്റുന്നത്. സൂര്യകാന്തി, മല്ലിക, അങ്ങനെ 3-4 ഐറ്റം പൂവുകളാണുള്ളത്. അപ്പോൾ ഞാനിതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മൈസൂർ ഭാഗത്തേക്ക് പോകുമ്പോഴേ നമ്മുടെ ഗൂഡല്ലൂർ സൈഡിൽ നിന്ന് തിരിഞ്ഞ് കുറച്ച് പോയി കഴിഞ്ഞാൽ 4 കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഹോട്ടലുണ്ട് കേട്ടോ. മലബാർ ഹോട്ടലാണ്, നല്ല ഫുഡ്. പിന്നെ അപ്പോൾ ഞങ്ങൾ 2-3 ആൾക്കാർ ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ വൈഫും ഓളെ ഫ്രണ്ട് പോലെ സാധാ ചോറാണ് ഓർഡർ ചെയ്തത്. എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. അപ്പോൾ പപ്പടം മാറ്റിക്ക കേട്ടോ, ഒത്തിരി ഐറ്റങ്ങളുണ്ട്, കറികളും. അതെന്താ പായസമുണ്ട്, അവിയൽ, രസം, എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ. നല്ല ഹോട്ടലാണ്, നല്ല സ്റ്റാൻഡേർഡ് ഹോട്ടലാണ്. അജുവിനെന്താ ചിക്കൻ ബിരിയാണിയാ? ചിക്കൻ ബിരിയാണി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ മുതുമല ടൈഗർ റിസർവിലേക്കാട്ടോ പ്രവേശിച്ചത്. ഈ ഒരു എൻട്രി കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. അപ്പോൾ ഇതിലേക്ക് കയറുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു ആവേശമാണ്. കാട്ടുപോത്തുകളെയും പുള്ളിമാനുകളെയും മയിലുകളെയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീലാണ്. നമ്മൾ 2ാമത്തെ സെക്ഷനിലേക്കാട്ട് കടന്നത്. ഇപ്പോൾ കർണാടകൻ്റെ ഫോറസ്റ്റിലേക്കാണ് കിടക്കുന്നത്, ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക്. ഇതും അതേ സീനറികളും അതേ കാഴ്ചകളും തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഞങ്ങളിതിൽ പാസ് ചെയ്യുന്നത് ഉച്ച സമയത്തായതുകൊണ്ട് തന്നെ കുറച്ച് പുള്ളിമാനുകളും മയിലുകളും കാട്ടുപോത്തുകളൊക്കെയാണ് കേട്ടോ ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ കാടൊക്കെ കടന്ന് നേരെ നമ്മൾ ഗുണ്ടൽപേട്ടിലേക്ക് എത്തിയിട്ടോ. ഗുണ്ടൽപേട്ടിലേക്ക് എത്തിയാൽ തന്നെ നമുക്ക് കാണാം ഒരു വെറൈറ്റി കാലാവസ്ഥയാണ്. ഭയങ്കര ചൂടും ആ നീല ആകാശവും പിന്നെ നെടുനീളം കാണുന്ന റോഡുകളും ഒരു വ്യത്യസ്ത ഒരു കാഴ്ചകളാണ്. റോഡിൻ്റെ 2 സൈഡ് എന്ന് പറയുന്നത് പൂന്തോട്ടങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. മല്ലികത്തോട്ടങ്ങളുണ്ട്, അതേപോലെ സൂര്യകാന്തി. ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഇവിടെ ഈ ഒരു സീസണിലുള്ളത്. ഞങ്ങൾ അതിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുണ്ടൽപേട്ടിൽ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ ഗോപാൽസ്വാമി റൂട്ടിന് പോയി കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ കാണാൻ പറ്റുമെന്ന് ഞങ്ങളോട് ഒരാൾ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ആ റൂട്ടിൽ പോയിട്ട് ഇപ്പോൾ വണ്ടി നിർത്തി ആ ഒരു സൈഡിലാണ് മല്ലികത്തോട്ടം ഞങ്ങൾക്ക് ധാരാളം കാണാൻ പറ്റിയത്. ഇതിൻ്റെയൊക്കെ ഉൾഗ്രാമത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇതേപോലത്തെ തോട്ടങ്ങൾ കാണാൻ പറ്റും. കണ്ടില്ലേ, നമുക്ക് വെറൈറ്റി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടുകളുണ്ട്. ഒരു സൈഡ് മല്ലികത്തോട്ടമാണെങ്കിൽ മറ്റേ സൈഡ് സൂര്യകാന്തി മാത്രം. അങ്ങനെ ഒരുപാട് പൂന്തോട്ടങ്ങളാണ് ഈ സൈഡിൽ കാണാൻ പറ്റുക.
ഞങ്ങളിവിടെ എത്തിയത് ഓഗസ്റ്റ് മാസത്തിലാട്ടോ. ഓഗസ്റ്റ് ഏകദേശം ലാസ്റ്റ് ടൈമിനാണ്. പക്ഷേ എന്നാലും നല്ല രീതിയിലുള്ള പൂന്തോട്ടങ്ങൾ ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഈ ഒരു ഫ്രെയിമൊക്കെ കണ്ട ആ ഒരു മരവും ആ ഒരു പൂന്തോട്ടം നല്ല അടിപൊളി കാഴ്ചകളാണ്. കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിലേക്കാണ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുട്ടികളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാലും കുട്ടികൾ വരില്ല. അത്രയും നല്ല ആവേശത്തിലായിരിക്കും. ആ ഒരു പൂവിൻ്റെ മണവും അതിലൂടെയുള്ള ആ ഒരു നടത്തവും ഫോട്ടോസും വീഡിയോസൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പകർത്താൻ പറ്റും. നല്ല നല്ല കാഴ്ചകളാണ്. പൂന്തോട്ടം കാണുന്നതിന് ഒരാൾക്ക് 20 രൂപയാണ് കേട്ടോ ആ തോട്ടത്തിലേക്ക് കയറുമ്പോൾ നമ്മൾ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ ഒരു കാവൽക്കാരനെ പോലെ ഒരാൾ ഇരിക്കുന്നുണ്ടാവും. അവരുടെ കയ്യിൽ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കയറി എത്ര നേരമാണെന്നെങ്കിലും ഫോട്ടോസൊക്കെ എടുക്കാം, വീഡിയോസ് എടുക്കാം, നമുക്ക് ആ പൂവുകളൊക്കെ ഇടയിൽ കൂടെ നടക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പൂവ് പറിക്കരുത് എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ പ്രത്യേകം കുട്ടികളോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പൂന്തോട്ടമൊക്കെ ഞങ്ങൾ പരമാവധി സമയം കണ്ട് ആസ്വദിച്ച് പിന്നെ ആ റോഡ് സൈഡിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഇവിടെ പല രീതിയിലുള്ള അവിടെ കൃഷി ചെയ്ത സാധനങ്ങൾ അവർ വിൽക്കുന്നുണ്ട് കേട്ടോ. കുറഞ്ഞ റേറ്റിന് അവർ വിൽക്കുന്നുണ്ട്. ഉള്ളി, കിഴങ്ങ്, തണ്ണിമത്തൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇവർ ചീപ്പ് റേറ്റിന് അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മല്ലികത്തോട്ടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വണ്ടി എടുത്ത് 1 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയപ്പോൾ ഇതാണ്ടില്ലേ, റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് സൂര്യകാന്തി തോട്ടാട്ടോ. ഒരു രക്ഷയില്ല, നല്ല കിഡിലൻ കാഴ്ചകളാണ്. നമുക്ക് ഏറെക്കുറെ ഇവിടെ മലയാളീസിനെ തന്നെ കാണാൻ പറ്റും. എല്ലാ മലയാളീസും ഉണ്ട് ഇവിടെ. ഒരുപാട് ആളുകളാണ് ഇത് കാണാൻ വേണ്ടി എത്തുന്നത് കേട്ടോ. ഭൂരിപക്ഷം നോക്കുമ്പോൾ നമുക്ക് മലയാളീസിനാണ് കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ എന്താ കാഴ്ചകൾ. ഇവിടെ കാണുന്ന റോഡ് നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ഗോപാൽസ്വാമി ബേട്ടയിലേക്ക് എത്താൻ പറ്റും കേട്ടോ. അവിടെ നമ്മൾ താഴെ വണ്ടി നിർത്തി 70 രൂപ കർണാടക ബസ്സിന് കൊടുത്ത് നമുക്ക് അമ്പലത്തിലെത്താൻ പറ്റും. അങ്ങനെ ഞങ്ങൾ സൂര്യകാന്തി തോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞ് എല്ലാവരും ഓരോ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് നേരെ തിരിച്ചു പോരാട്ടോ. പോരുമ്പോഴും നമുക്ക് റോഡിൻ്റെ 2 സൈഡിലും ഇതേപോലെ ഫ്ലവറുകൾ കാണാൻ പറ്റും, വലിയ പൂന്തോട്ടങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇത് പ്രത്യേകം പറയേണ്ടതെന്ന് വെച്ചാൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഇവരുടെ സീസണ്, പൂവിൻ്റെ സീസണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർ വേറെ എന്തൊക്കെ കൃഷി കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സ്ഥലത്ത് നടത്തുന്നത്. ഡ്രീം പാക്കേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.